ഏയ് ശിവ, എവിടെയാടാ? റോട്ടില്. അവളോ? അവള് വീട്ടില്. എന്തു പറ്റിയടാ? എല്ലാം കഴിഞ്ഞുപോയി. ഡ്രാമ ഫിനിഷ്ഡ്. അഡ്രസ് കണ്ടുപിടിച്ചു. അവൾ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു. ഏയ്, നീ എന്തെങ്കിലും പറഞ്ഞോ? അവളെന്ത് പറഞ്ഞു? പറഞ്ഞു, എല്ലാത്തിനും താങ്ക്സ് എന്ന്. വേറൊന്നും പറഞ്ഞല്ലേ? വേറെന്ത് പറയാൻ, അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ എനിക്കെന്തായാലും സന്തോഷമുള്ളൂ. അവളെവിടെ എത്തിച്ചില്ലേ. ഞാനവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. വന്ന കാര്യം കഴിഞ്ഞു എന്ന് തോന്നി. അതുകൊണ്ടിങ്ങ് പോന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബോംബെ വരെ ഇപ്പൊ വന്നു. അതൊരു ദൂരമായേ തോന്നിയില്ല. എന്നിപ്പോ വീട്ടിൽ നിന്ന് റോഡ് വരെ എത്തിയിട്ടുള്ളൂ. ഇത് വലിയ ദൂരമായിട്ട് തോന്നുന്നു പ്രിയ. വെറുതെ കണ്ണൊക്കെ നിറയ. ഏയ്, നീ വിചാരിക്കുന്ന പോലൊന്നും ആവില്ല. ധൈര്യമായിരിക്കേ. ഏയ്, അവൻ എന്തൊക്കെയോ പറയുന്നടാ. നീ അന്ന് സംസാരിക്കേ. ഏയ് ശിവ, ആനന്ദാടാ ഇത്? എന്തു പറ്റിയടാ? ഏയ്, ഞാനിപ്പോ ട്രാഫിക്കിലടാ. വിളിക്കാം. ശിവ, നിങ്ങളിതുവരെ പോയില്ലേ? ഓ, ഇങ്ങനെ ബോംബെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നോ? അതോ എന്റെ അങ്കിളിനോട് പറഞ്ഞ് എന്തെങ്കിലും ഞാൻ ചെയ്യിക്കണോ? പർച്ചേസ് എല്ലാരും മുകളിലോട്ട് പോയിരിക്കുക. പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നതാ. അത് വേണോ ഇത് വേണോ എന്ന് ആളും ഇതാ ചോദിക്കുന്നേ. ശ്വാസം മുട്ടിപ്പോയി. അവിടെ വെച്ച് കണ്ടതല്ലേ എന്നെ എങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നേന്ന്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞ നമുക്ക് എന്തോ പോലെയല്ലേ. അതുകൊണ്ട് താഴെ വന്ന് നിന്നതാ. ചെറിയൊരു ചെറുക്ക് പോലും ഇല്ല. വാങ്ങുമ്പോ വലിയ വലിയ വിലയൊക്കെ പറയും. വിൽക്കുമ്പോ തുച്ഛമായ വിലയെ കിട്ടൂ. നിന്റെ വളക്ക് ഇത്രയും രൂപയെ കിട്ടിയുള്ളൂ മോളെ. ഏയ്, അത് വെച്ചോ, അത് നിങ്ങൾക്കുള്ളതാ. നമുക്ക് പുതിയൊരു ജീവിതം കിട്ടിയില്ലേ. ഗേറ്റിൽ നിൽക്കുന്നയാളാ. ഇനി എന്തിനെ പഴയ വളയെന്ന് കരുതി ഊരിക്കൊടുത്തു. അത് വിറ്റിട്ട് കാശ് എനിക്ക് തന്നെ കൊണ്ട് തരിക. എന്താ മോളെ ഇത്? ബസ്സിനും ട്രെയിനിനും പോലും കാശില്ല. ഈ വളയൊന്ന് വിറ്റ് തരാവോന്ന് ചോദിച്ചിട്ട് നിന്റെ കാശ് എനിക്കെന്തിനാ? ഇന്നാ, നമ്മൾ കഷ്ടപ്പെടാത്ത കാശ് നമുക്ക് പ്രയോജനപ്പെടില്ല. ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചു? എല്ലാരും തോളിക്കേറ്റിക്കൊണ്ട് ആടുന്നു. ഓടിപ്പോയവൾക്കുണ്ടായ ഒരു സന്താനം നെഞ്ചി ചവിട്ടി ഇറങ്ങിപ്പോയതാ ഇവളുടെ അമ്മ. ഇപ്പോഴും കണ്ണീന്നത് മാഞ്ഞിട്ടില്ല. ഓർമ്മയില്ലേ അതൊന്നും? ഞങ്ങൾ ഒരിക്കലും തലയുയർത്തി നടക്കണ്ടേ? ഈ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കെടുത്താൻ വേണ്ടി വന്നേക്കുന്നു. അതേപോലെ ഒളിച്ചോടി ഇവളുടെ അമ്മ നമ്മളെ ആരെയും വേണ്ടെന്ന് പറഞ്ഞ് തനി ഇറങ്ങിപ്പോയി. ഇന്നവിടെ അച്ഛൻ നിശ്ചയിച്ച കല്യാണം വേണ്ടെന്ന് വെച്ചാ വന്നേക്കുന്നത്. ഞങ്ങളുടെ ശാപം കൊണ്ടാ ഇവളിങ്ങനെ ഇവിടെ എത്തിയത്. പറയുന്നത് കേൾക്കടാ, ശബ്ദം ഉണ്ടാക്കാതെ. അവള് കേട്ടോണ്ട് വരും. കേൾക്കണം, അതിന് തന്നെ പറയുന്നത്. ഈ കുടുംബത്തിൽ അവൾക്ക് സ്ഥാനമില്ല. അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെളിയിൽ പോയി ആയിക്കോ. അല്ല, അവളാണ് മുഖ്യമെന്ന് തോന്നുന്നെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. ഇനി നിങ്ങൾ തീരുമാനമെടുക്കും. ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. അവർക്ക് ഇഷ്ടമില്ല. അമ്മയെപ്പറ്റി കുറെ മോശമായി പറഞ്ഞു. എനിക്കെന്തായാലും അവിടെ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങ് പോന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശന്റെ പേരിൽ ബോംബെയിലൊരു റോഡുണ്ടെന്ന്. പക്ഷെ ആ റോഡിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 3 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുവിട്ടതല്ലേ. നിങ്ങളിതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു നോക്കിയത്. അപ്പോഴേക്കും ആ കിഴവൻ വന്ന് മൊത്തം നശിപ്പിച്ചു.
उस दिन मेरे मुख से खून निकाला वाला साले 6 महीने तक जेल का साटा कुआ खाना खिलाया तूने। शिवा बावड़े നടക്ക शिवा നടക്കടി അങ്ങോട്ട് അവിടെ ये मेरा दुश्मन है, ये मेरा शिकार है। तुम्हारा दुश्मन या शिकार नहीं है। तुझे लड़की चाहिए थी ना, तू ले जा। വണ്ടി പതുക്കെ ഓടിക്കട, അവൻ അടിവാങ്ങി കൊണ്ടുപോകാം. വണ്ടി വേഗം വിടടാ.
ഇനി ഒരിക്കൽ കൂടി ഈ പെണ്ണിനെ എന്നെ തേടി വന്നാ വാ, ആരാ വരുന്നേ നോക്കാം. കേറ്. ഇനി ഒരുത്തിനും വരില്ല, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്ത് പറ്റി ശിവ? അവരെ കണ്ടില്ലേ? ഹായ്ഡാ. ഹായ്. ഏയ്, ഹായ്. ഏയ്, നീ പറഞ്ഞില്ലല്ലോ ഇവളോടൊപ്പം വരുന്നതെന്ന്. ശല്യം സഹിക്കാൻ പറ്റില്ല, ടോർച്ചർ ചെയ്തുവൻ. നിങ്ങളെ ആദ്യമായി ബാംഗ്ലൂരിലെ ബസ്സിൽ വെച്ച് കണ്ട അന്നു മുതൽ തുടങ്ങിയതാ ഇവൻ. ബാംഗ്ലൂരിൽ ബസ്സിൽ വെച്ച് ശിവ കണ്ടെന്നോ? ഹലോ, നിങ്ങൾ കാരണം ഒരു ഇന്റർവ്യൂ മിസ് ചെയ്തിവൻ. ഇന്റർവ്യൂവോ? ഓരോ തവണ എന്ത് നടന്നാലും ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് ഞങ്ങളുടെ ജോലി കൂടെ കളഞ്ഞില്ലേ? നിന്നെ മുത്തശ്ശിയുടെ അടുത്ത് വിട്ടു വന്ന ശേഷം ഒരേ കരച്ചില്. സമാധാനപ്പെടുത്താൻ ശരിക്കും പ്രയാസപ്പെട്ടു. പ്രിയ, നിന്നെ അവന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് നിന്റെ വായിന്ന് തന്നെ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക അവൻ. ദിവസം 1000 പ്രാവശ്യമെങ്കിലും നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കും. അവര് ചുമ്മാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ, കളിയായിട്ട്. അഭിനയിച്ചത് മതി.